എത്ര പേരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ ഭൂമിയിൽ ജീവിക്കും. അങ്ങനെയുള്ളൊരു ദൂതാണ് കർത്താവ് ഇന്ന് തന്നിരിക്കുന്നത്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു ശാപമായി തീർന്നത് പോലെ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് സ്തോത്രം നിങ്ങളൊരു അനുഗ്രഹമായി തീരും. എന്താണ് ഈ വചനത്തിന്റെ ആകത്തൂക്കം? നിന്റെ സ്ഥിതി മാറാൻ സമയമായി. ആരൊക്കെയോ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമാണ്. രക്ഷപ്പെടാൻ എത്ര കൊതിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ കാട്ടുവള്ളി വൃക്ഷത്തെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ ആ വൃക്ഷത്തിന്റെ ഓജസ്സിനെയും തേജസ്സിനെയും ഊറ്റിക്കുടിച്ച് ഒത്തിരി ഫലവും ഇലയും കായ്ക്കേണ്ട ആ മരത്തെ ഒരിലയും ഒരു ഫലവും ഇല്ലാതെ കാട്ടുവള്ളികൾ വരിഞ്ഞു മുറുക്കി സ്തോത്രം ഒരു വൃക്ഷം എന്ന് വേണേ പറയാവുന്ന രീതിയിൽ മാത്രം നിർത്തി ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും വരിഞ്ഞു മുറുക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്നത് പോലെ ചില കുടുംബങ്ങളെ വല്ലാതെ ശാപം വരിഞ്ഞു മുറുക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുക, നിന്നെ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷിക്കാൻ പോവാം. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിലെ വചനം മറക്കരുത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന അമ്മേ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റി ദൈവം നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്. കാട്ടുവള്ളികളെ അഴിച്ചിറക്കുമ്പോൾ ആ വൃക്ഷത്തിൽ പുതിയ ഇലകളും പുതിയ ഫലമുണ്ടാകും. ഒരു മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ പറയും, ആ വൃക്ഷം കൊള്ളാം. യോസഫിനെ കുറിച്ച് ബൈബിളിൽ എഴുതി, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. അവന്റെ കൊമ്പ് മതിലുകളുടെ മുകളിൽ പടർന്നു. ഇവിടെ എന്താ വായിക്കുന്നേ? നിന്റെ ശാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് നീ ദേശത്ത് എങ്ങനെ ശാപമായോ അതേപോലെ നിന്റെ ദേശത്ത് ദൈവം ഒരു അനുഗ്രഹമാക്കി വെക്കാൻ പോകും. നമുക്കൊന്ന് മനസ്സിൽ പറയാം, എന്റെ സ്ഥിതി ഉടനെ മാറും, എന്റെ അവസ്ഥ ഉടനെ മാറും, എനിക്കൊരു വഴി ദൈവം ഒരുക്കും. ഇതെന്തൊരു അത്ഭുതമെന്ന് പറയത്തക്ക നിലയിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി ദൈവം വെക്കാൻ പോവാം. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. നിന്റെ മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. നിന്റെ മക്കളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. അവരുടെ ശാപങ്ങൾ പൊട്ടി ദൈവം അവരെ രക്ഷിച്ചിട്ട് അവരൊരു അനുഗ്രഹമായി തീരണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ ഒരു അനുഗ്രഹമായി തീരാൻ പോവാ. ഗോഡ് ബ്ലസ് യു.